അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. അൽ മഹ്ലൂൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും പൊരുത്തപ്പെടുന്ന അമലായി സ്വീകരിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത്, നമ്മുടെ മക്കളും അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളിൽപ്പെട്ട പലരും പരീക്ഷകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ പലർക്കും വലിയ വേവലാതിയും ബേജാറുമൊക്കെയാണ്. പരീക്ഷയിൽ വിജയിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. എന്നാൽ പരീക്ഷയിൽ വിജയിക്കാൻ ആവശ്യമായ ഒരു മഹത്തായ ദിക്റാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നാം ചൊല്ലുക, അതോടുകൂടെ നല്ലവണ്ണം പഠിക്കുകയും വേണം. പഠിക്കുക എന്നത് പരീക്ഷാ വിജയത്തിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഒന്നും പഠിക്കാതെ ഈ ദിക്റ് ചൊല്ലി പരീക്ഷാ ഹാളിലേക്ക് കയറിയത് കൊണ്ട് പരീക്ഷയിൽ വിജയിക്കണം എന്നില്ല. അതേസമയം നല്ലവണ്ണം പഠിച്ചു, ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ബേജാറുകളൊക്കെ, പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ബേജാറുകളും വെപ്രാളങ്ങളുമൊക്കെ ഒഴിവായി പരീക്ഷയിൽ നമുക്ക് ശരിക്കും ഉത്തരം എഴുതാൻ അവസരം ഉണ്ടാവുക എന്നതാണ് ഈ ദിക്റിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ ദിക്റ് നാം പതിവാക്കുകയാണെങ്കിൽ, അതായത് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് നാം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ 7 പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിൽ തവക്കുലാക്കി നാം ഇറങ്ങി, അതുപോലെ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയവും ഈ ദിക്റ് ചൊല്ലുക. അതായത് അൽ ബഖറ സൂറത്തിലെ 32-ാമത്തെ ആയത്താകുന്ന സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്ന ആയത്ത്, അത് നാം വീട്ടിൽ നിന്ന് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും അതുപോലെ പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്തും 7 വീതം നാം ചൊല്ലുകയാണെങ്കിൽ നാം പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് യാതൊരു ബേജാറുമില്ലാതെ നല്ല സന്തോഷത്തോടെ പരീക്ഷ എഴുതാൻ ഉത്തരം എഴുതാൻ നമുക്ക് സാധിക്കും. ആ പരീക്ഷയിൽ നമുക്ക് സമാധാനത്തോടുകൂടെ എഴുതുകയും നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ വിജയം അല്ലാഹു തആല നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഓരോരുത്തരും സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്ന് പരീക്ഷയ്ക്ക് പോകുന്ന ആളുകളൊക്കെ 7 വീതം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങുകയും പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോഴും ഈ അൽ ബഖറ സൂറത്തിലെ 32-ാമത്തെ ആയത്ത് ഓതുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം അല്ലാഹു നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഓർമ്മശക്തിയും തൻ്റെ ഇടവും ഒക്കെ ഉള്ള മക്കളാക്കി നമ്മുടെ മക്കളെ അല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. عليك بالتأني وأعط دون مني وسر نحو الثريا بسير مطمئن.